സീഡിനെറ്റ് ന്യൂസ് റിപ്പോർട്ട് അധികൃതരുടെ കണ്ണു തുറപ്പിച്ചു. ചേപ്പാട് ജംഗ്ഷനിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മേൽപ്പാത നിർമ്മിക്കുന്നതിനായി പൈലിംഗ് നടത്തുന്നതിന്റെ ഫലമായി രൂപപ്പെട്ട താഴ്ച മഴ കനത്തതോടെ തടാകത്തിന് സമമായി മാറിയത് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. റോഡിലെ വലിയ വെള്ളക്കെട്ടും ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടും തുറന്നുകാട്ടി സീഡിനെറ്റ് ന്യൂസ് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. ചേപ്പാട് ജംഗ്ഷനിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മേൽപ്പാത നിർമ്മിക്കുന്നതിനായി പൈലിംഗ് നടത്തുന്നതിന്റെ ഫലമായി രൂപപ്പെട്ട താഴ്ച മഴ കനത്തതോടെ തടാകത്തിന് സമമായി മാറിയത് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. റോഡിലെ വലിയ വെള്ളക്കെട്ടും ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും തുറന്നുകാട്ടി സീഡിനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ചേപ്പാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. രമേശ് ചെന്നിത്തല MLA, ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവരും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പ്രദേശത്തിന്റെ പഴയ സ്ഥിതി ഇങ്ങനെയായിരുന്നു. 2 സ്കൂളുകളാണ് ഇവിടെയുള്ളത്. ഇവിടങ്ങളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളടക്കം ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീഡിനെറ്റ് ന്യൂസ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. DCC അംഗം ജേക്കബ് തറയിൽ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ വിഷയമുന്നയിച്ച് പരാതി നൽകുകയും CPM ഉൾപ്പെടെ വിഷയമുന്നയിച്ച് സമരം നടത്തുകയും ചെയ്തിരുന്നു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.